ഹലോ മുത്തുമണീസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷുവിൻ്റെ തലേദിവസത്തെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. 11:20 ആകുമ്പോൾ കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് എടുക്കണം എന്ന് വിചാരിച്ച കാര്യമാണ്, പക്ഷെ നടന്നില്ല. വീട്ടിലത്തെ സകല പണിയും എൻ്റെ തലയിലാണ്. അപ്പോൾ വിഷുവിന് നമുക്കറിയാമല്ലോ, ഫുൾ സെറ്റപ്പ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ഓടിയതാണ് പ്ലീസ്. രേഷട്ടിനെ ഇതിന് സാധനം മേടിച്ചുകൊണ്ട് തരും, പക്ഷെ ബാക്കിയൊക്കെ ഞാൻ ചെയ്യണം. ഒരുപാട് വൃത്തിയാക്കലും കൂടുതലായിട്ട് നല്ല ഇപ്പം സാധാരണ വൃത്തിയാക്കും, പക്ഷെ നമ്മളൊന്നും കൂടി ആഘോഷങ്ങളുള്ള സമയത്തല്ലേ വീടെല്ലാം ഒന്നും കൂടി എന്താ പറയുക ഒതുക്കി വെക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് പണിയെടുത്തതാണ്. ഒരിടം കാണിച്ചു തരാം. ഇത് നാളത്തെ കണിക്കുള്ള സെറ്റപ്പാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കണി വെക്കുക. ചിലർ തലേദിവസത്തെ കണി ഇങ്ങനെ നിർത്തി വെച്ച് രാത്രിക്ക് വിളക്ക് കത്തിച്ച് തൊഴുവേല്. ഞാൻ അങ്ങനെയല്ല. ഞാൻ രാവിലെ എണീച്ചിട്ട് ഞാനിത് കണ്ട് കൃഷ്ണൻ്റെ ഭഗവാന്റെ വിഗ്രഹം കണ്ട് ഞാനൊന്ന് തൊഴും. അതിനുശേഷം ഭഗവാന്റെ വിഗ്രഹത്തിന് മാല ഉണ്ടെങ്കിൽ മാല ചാർത്തും. അത് കഴിഞ്ഞ് കണിയൊക്കെ നിരത്തി മക്കളെയും വിളിക്കും, രേഷേട്ടൻ വിളിക്കും. അങ്ങനെയായിട്ട് ചെയ്യല്. മാലയും കമ്മലൊന്നും ഇടാൻ എനിക്ക് ഇഷ്ടമല്ല. കിടക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇതാക്കണം. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഒന്നുമില്ലാത്തത്. പൊതുവെ ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല. അത് വേറൊരു കാര്യം. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, വീട്ടമ്മ പല വേഷങ്ങളുണ്ടാവും. പലതെന്ന് പറഞ്ഞാൽ മാന്യമായ രീതിയിൽ പലതരത്തിലുള്ള വേഷങ്ങളുണ്ടാവും. ചിലപ്പോൾ കമ്മലിടാൻ പറ്റുമോ, അല്ലെങ്കിൽ മാലയിടാൻ പറ്റുമോ, ആ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെതാ പൂജ റൂമിനെ സെറ്റപ്പാക്കി വിളക്കൊക്കെ തുടച്ചു. നമ്മൾ കണ്ണപ്പനെല്ലാം ഒന്ന് നല്ല വൃത്തിക്ക് പൊടിയൊക്കെ തട്ടിയെടുത്തു. അപ്പോൾ അങ്ങനെ സെറ്റപ്പാക്കി. പിന്നെ നാളെ വേണ്ട താലമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി പിന്നെ ഇതാ അടുക്കളയിലെല്ലാം സെറ്റപ്പാക്കി വെച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇത് നാളെ രാവിലത്തേക്കുള്ള സാധനമാണ്. രാവിലെ കൂട്ടുകറി വെക്കും. കൂട്ടുകറിക്കുള്ള കടലയും പിന്നെ ഗ്രീൻ പീസ് കറിയും വെക്കും കേട്ടോ. ഉഴുന്ന് ദോശക്കുള്ള മാവാണിത്. പിന്നെ തിളപ്പിച്ച് ഞാൻ വെള്ളം പാട് വെക്കും. പിന്നെ അതിനായിട്ട് അഞ്ചോളം വെക്കാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ അത് ചെയ്തു. പിന്നെ സ്റ്റോർ റൂമിൽ നാളെ നൈവേദ്യത്തിലായിട്ട് പോയിട്ട് നാളെ സദ്യക്ക് വേണ്ടിയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം ഫ്രിഡ്ജിൽ സെറ്റപ്പാക്കി വെച്ചു. അതെല്ലാം ഒതുക്കി വെക്കാൻ പാട് പണിയുണ്ട്. ഇതെല്ലാം സെറ്റപ്പാക്കി സദ്യക്ക് വേണ്ട സാധനങ്ങളിലൊക്കെ ഇവിടെ ഒതുക്കി സെറ്റപ്പാക്കി വെച്ചു കേട്ടോ. ഈ മുട്ട ഓൾറെഡി മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. പായസത്തിൻ്റെ പാല്, തൈര് ഇതെല്ലാം അങ്ങനെ ഇടയ്ക്ക് പറക്കി വെച്ച് വൃത്തിയാക്കി. ഇനി ഇപ്പുറത്ത് കാണിച്ചുതരാം. പഴയ പാത്രങ്ങളാണ് കുറേയല്ലേ ഇത്. ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ ഇവിടെ എല്ലാം ഒരുപാട് കച്ചറ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റപ്പാക്കി. പിന്നെ ഒരു കഴുകാൻ ഒരു പാത്രമില്ല കേട്ടോ. എല്ലാം കഴുകി തുടച്ച് സെറ്റപ്പാക്കി വെച്ചു. കാരണം നാളെ രാവിലെ എണീച്ച് ഒന്നും കൂടി തുടക്കണം. തുടച്ച് കഴിഞ്ഞിട്ടേ നമുക്കൊന്ന് കണി നിർത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇതെല്ലാം വീട് വൃത്തിയാക്കി എല്ലാം സെറ്റപ്പാക്കി വെച്ച് തന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.